സ്വതന്ത്ര പഞ്ചായത്ത് മെമ്പറായി മത്സരിച്ചാണ് 2020 ഞാൻ പഞ്ചായത്ത് മെമ്പറായത്. രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ചേർന്ന് നിൽക്കാത്തതിൻ്റെ പേരിൽ നിരവധി ദുരവസ്ഥ അനുഭവപ്പെടേണ്ട വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ ഏറ്റവും അവസാനത്തേതാണ് ഇന്ന് ഈ പത്രസമ്മേളനത്തിന് നിങ്ങളോടൊപ്പം എൻ്റെ ബുദ്ധിമുട്ടുകൾ പങ്കുവെക്കുവാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നത്. പ്രധാനമായും രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധമില്ലെങ്കിൽ, രാഷ്ട്രീയ പിൻബലമില്ലെങ്കിൽ ഏറെ ബുദ്ധിമുട്ട് സമൂഹത്തിൽ ഉണ്ടാകുമെന്നുള്ള ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ആശ്രയിക്കപ്പെടുന്ന ഇവിടുത്തെ മാധ്യമ മേഖലയിലുള്ള, പ്രിന്റ് ദൃശ്യ മേഖലയിലുള്ള ആളുകളുടെ ഒരു വ്യക്തമായ ഒരു സഹകരണം ലഭ്യമാകുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് എനിക്കുണ്ടായ ഒരു ആവലാതി അത് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. 2000 മുതൽ നടന്നിട്ടുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലും ഞാൻ മത്സരിച്ചിട്ടുള്ള ഒരാളാണ്. അതിലൊരു പ്രാവശ്യം ഒഴികെയുള്ള എല്ലാ പ്രാവശ്യവും വിജയം കരസ്ഥമാക്കി 3 പ്രാവശ്യം പഞ്ചായത്ത് മെമ്പറായും അതിൽ 2 പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റായും നിലവിൽ പഞ്ചായത്ത് മെമ്പറുമായി തുടരുന്നു. 2000 പഞ്ചായത്ത് മെമ്പറായതിനു ശേഷം 2005 ഉള്ള തെരഞ്ഞെടുപ്പ് മുതൽ ഞാൻ താമസിക്കുന്നത് എൻ്റെ കുടുംബ വീട്ടിലാണ്. അവിടെയാണ് എൻ്റെ രേഖകളെല്ലാം. ഞാൻ മത്സരിക്കുന്ന സാഹചര്യം അനുസരിച്ച് 2 പ്രാവശ്യം വൈഫ് ഹൗസ് ഉള്ള സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നിരന്തരമായി എനിക്കെതിരെ പരാതി നൽകുകയും അതിൻ്റെ പ്രവർത്തകർ ആ പരാതികളെല്ലാം അന്വേഷണം നടത്തി 20 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒരു പ്രാവശ്യവും പേര് നീക്കം ചെയ്തിരുന്നില്ല. എന്നാൽ 2025 ഇതുപോലെ തന്നെ പരാതി നൽകുകയും ഹിയറിങ്ങിന് ഞാൻ ഹാജരാകുകയും അതിനുശേഷം വോട്ടർ പട്ടികയുടെ അന്തിമ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചപ്പോൾ എൻ്റെ പേര് നീക്കം ചെയ്യപ്പെട്ടിരിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ആ നീക്കം ചെയ്തതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളുടെ കൈവശം തന്നിട്ടുള്ള അതിന് അപ്പീൽ നൽകേണ്ടത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടറാണ്. ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനനിർണയം ചെയ്ത് അപ്പീൽ കേൾക്കേണ്ട ഏക അതോറിറ്റി. അദ്ദേഹത്തിന് മുൻപാകെ ഞാൻ അപ്പീൽ സമർപ്പിക്കുകയും ആ അപ്പീല് കഴിഞ്ഞ 11-ാം തീയതി കേൾക്കുകയും അത് താമസം വരാം. എൻ്റെ അറിവനുസരിച്ച് വെള്ളിയാഴ്ചത്തെ, ശനിയും ഞായറും വർക്കിംഗ് ഡേ അല്ലാത്തത് കൊണ്ട് വെള്ളിയാഴ്ചത്തെ ഡേറ്റിൽ ഇന്ന് ഉത്തരവ് ഇടാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരാളുടെ പൗരാവകാശത്തെ വെട്ടിമാറ്റുക എന്ന് പറയുന്നത്, നിയമപരമായി അല്ലാതെ ചെയ്യുക എന്ന് പറയുന്നത് ഗുരുതരമായ പിഴവ് ചെയ്തു. അതിന്റെ എല്ലാ രേഖകളുടെയും കോപ്പി എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ ഒരു പൗരന്റെ അവകാശത്തെ ചോദ്യം ചെയ്യപ്പെടുകയും അത് നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നത് അത് ജനാധിപത്യത്തിന് ചേർന്നതല്ല. വർത്തമാന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വോട്ടർ പട്ടികയിലെ പേര് നീക്കം ചെയ്യലും മറ്റും. ആ സാഹചര്യത്തിൽ അടുത്തു വരാൻ പോകുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടികയുടെ ചേർക്കലിൽ നിലവിലുണ്ടായിരുന്ന വോട്ടർ പട്ടിക അത് വെട്ടിമാറ്റി വെട്ടിമാറ്റി എന്നത് നിയമത്തിന് നിരക്കാത്തതും അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്നതും ആണ് എന്ന് പറയുവാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. ഞാൻ പ്രസ് റിലീസും തന്നിട്ടുണ്ട്, ബന്ധപ്പെട്ട രേഖകൾ തന്നിട്ടുണ്ട്. കൂടുതലായി എന്തെങ്കിലും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഞാൻ നൽകാൻ തയ്യാറാണ്. അതിന് എല്ലാവരുടെയും ആത്മാർത്ഥമായ